ഷെൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് വയ്ക്കാൻ പോകുന്നത് ഉണക്ക ചെമ്മീനും ചക്കക്കുരും മുരിങ്ങക്കായും മാങ്ങയാണ്. മാങ്ങ എന്ന് പറയുമ്പോൾ നമ്മൾ ഉപ്പിലിട്ട മാങ്ങയാണ് കേട്ടോ. ഈ മാങ്ങ നമ്മൾ ഇവിടെ മാങ്ങ ഉണ്ടായപ്പോൾ ഞാൻ ഉപ്പിലിട്ട് വെച്ചതാണ്. കാരണം ഇത് അച്ചാറിന് നമ്മൾ മാങ്ങ അരിയില്ലേ, അപ്പോൾ അച്ചാറിൻ്റെ നമ്മൾ ഈ സൈഡൊന്നും നമ്മൾ എടുക്കാറില്ലല്ലോ. അപ്പോൾ ആ സൈഡ് ഞാൻ ഇങ്ങനെ എടുത്ത് ഉപ്പിലിട്ട് വെച്ചതാണ്. ഇതിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി കുറച്ചെടുത്താൽ മതി. സവാള ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. രണ്ടായിട്ട് കീറിയ പച്ചമുളകാണിത്. ലാസ്റ്റ് പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് പച്ചമുളക് ആദ്യം അങ്ങോട്ട് വാടിപ്പോണ്ട. നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. നന്നായിട്ട് ഈ ഉള്ളിയും എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് മീനൊന്നും കിട്ടാണ്ട് വരുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ഈ മഴ അങ്ങോട്ട് തുടങ്ങി ഹാർബറൊക്കെ അടച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു മീനും നമുക്ക് കിട്ടാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയൊക്കെ ചെമ്മീനും മാങ്ങയും ഒക്കെ നമുക്കിങ്ങനെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കി കഴിക്കാം. വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനത്തെ കറികളൊക്കെ. നമ്മുടെ നാടൻ കറികളാണ് ഇങ്ങനെയൊക്കെ വയ്ക്കുന്നത്. നമ്മുടെ ചക്കക്കുരു ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലിട്ട് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടില്ല ചക്കക്കുരു. അപ്പോൾ ചക്കക്കുരു ഞാൻ വേറെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് മുളക് പൊടിയൊക്കെ നമുക്ക് ഇതിൽ കുറച്ച് ചേർത്താൽ മതി. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കാം. നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങയിൽ നല്ല ഉപ്പുണ്ട്. നമ്മളിപ്പോൾ ഉപ്പ് ചേർക്കണ്ട. ഉപ്പ് മാങ്ങയിട്ട് കറി വയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കരുത്. കറി വേവാറാവുന്ന സമയത്തിന് ഉപ്പ് നോക്കിയിട്ട് മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമ്മൾ ചക്കക്കുരു വേവിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് രണ്ടും കൂടി ഒന്ന് തിളച്ച് ഒന്നും കൂടി ഒന്ന് വേവട്ടെ. അപ്പം നല്ല ടേസ്റ്റാവും. ചക്കക്കുരുവിലൊക്കെ ഈ ചെമ്മീൻ്റെ അത് പിടിക്കുമ്പോഴേ നല്ല ടേസ്റ്റാണ് മുരിങ്ങക്കായും ചക്കക്കുരുവൊക്കെ കഴിക്കാനായിട്ട്. പിന്നെ നമുക്ക് നാളികേരം അരച്ചെടുക്കാം. എല്ലാം കൂടി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി നാളികേരം അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്തിരി കുറവാണ്, പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മുടെ കറിയിൽ മാങ്ങയുടെ ഉപ്പൊന്നും കൂടെ ഇറങ്ങി ഉപ്പുണ്ടാവും. അത് കാരണം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇളക്കി കൊടുക്കാം. നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് നമ്മുടെ ചക്കക്കുരു മാങ്ങയും മുരിങ്ങയും കൊണ്ടുള്ള ഈ കറി. നമ്മൾ ചെമ്മീൻ ചേർത്തിട്ടുണ്ട്. അപ്പം വളരെ ടേസ്റ്റിയാണിത്. അപ്പോൾ നമുക്ക് മീനൊന്നും കിട്ടാത്ത ഈ സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ കറികൾ വെച്ച് ഊണ് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പം നിങ്ങളെ ഈ കറി ഞാൻ കുറേ കറികളൊക്കെ ഞാൻ ഇടാറുണ്ട്. അപ്പോൾ എന്ത് കറി ഇട്ടാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമില്ലെന്ന് പറയാം, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം. അതൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങളെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാം. അപ്പോൾ എല്ലാവരിലേക്കും ഇത് എത്തുള്ളൂ. ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യുകയും ചെയ്തെങ്കിൽ ഈ വീഡിയോകൾ കയറിപ്പോവുള്ളൂ. അപ്പോൾ അത് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തോളാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.